നമസ്കാരം. ശരീഅത്ത് നിയമത്തിന് വേണ്ടിയിട്ട് വാതോരാതെ വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ ശരീഅത്ത് നിയമം വരണമെന്നും ശരീഅത്ത് നിയമം അനുസരിച്ച് ഈ നാട്ടിൽ ഭരണം നടക്കണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ശരീഅത്ത് നിയമം അനുസരിച്ച് ഭരണം നടക്കുന്ന നാടു തന്നെയാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ന് പുറത്തു വരുന്ന വിവരമനുസരിച്ച് 2 മലയാളികളടക്കം 5 സൗദി പൗരന്മാരെ ഉൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 2016 ജൂലൈ മാസം 6-ാം തീയതി അവിടെ ഒരു 2 മലയാളികളെ തട്ടിക്കൊണ്ടുപോവുകയും ജൂലൈ മാസം 7-ാം തീയതി അവരെ കൊലപ്പെടുത്തി പുതപ്പിൽ പൊതിഞ്ഞുകെട്ടി വർക്ക്ഷോപ്പ് ഏരിയയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെ സിമൻറ്റും മണലുമൊക്കെ വിൽക്കുന്ന പ്രദേശത്ത് നിന്ന് പുതപ്പിൽ പൊതിഞ്ഞുകെട്ടിയ ശവശരീരത്തെ പോലീസ് സംഘം കണ്ടെടുത്ത് നിരവധി മലയാളികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്യുകയും സൗദി അറേബ്യയിലെ രഹസ്യാന്വേഷണ സംഘം ഒടുവിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ ഏറിയാട് സ്വദേശിയായിട്ടുള്ള നൈസം, തൃശ്ശൂർ സ്വദേശി തന്നെ ആയിട്ടുള്ള സിദ്ദിഖ് തുടങ്ങിയ 2 പേരെയാണ് മലയാളികളായിട്ടുള്ള 2 പേരെ, കേരളീയരായിട്ടുള്ള 2 പേരെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നിന്നുള്ള ഒരു യുവാവിനെ, സമീർ എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അറസ്റ്റ് നടന്നത്. 2016 നടന്ന സംഭവം കോടതിയുടെ വിചാരണകളൊക്കെ പൂർത്തിയാക്കി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 2024 ജൂലൈ മാസം അയാളെ കൊലപ്പെടുത്തി അതേ മാസത്തിൽ തന്നെ അവസാന തീയതി ഇന്ന് ബുധനാഴ്ച ഈ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ശരീഅത്ത് നിയമത്തിന് വേണ്ടിയിട്ട് വാദിക്കുകയും ശരീഅത്ത് നിയമമാണ് ശരിയായിട്ടുള്ള നിയമ സംവിധാനമെന്നുമൊക്കെ വാതോരാതെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇവർ ജീവിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഒരു അക്രമ സ്വഭാവം, ഇവരുടെയൊക്കെ മനസ്സിലെ ഒരു ദുഷ്ടചിന്ത അത് അവരുടെ ജീവിതത്തിൽ അനുദിനം ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ആ ശരീഅത്ത് നിയമപ്രകാരമുള്ള ഇസ്ലാം രാജ്യത്തിൽ ചെന്ന് കിതാബ് അനുസരിച്ച് തന്നെ, അതിൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ച് തന്നെ, വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ ജീവിക്കുന്ന ആളിനെ പണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോവുകയും ആ രാജ്യത്ത് വെച്ച് അയാളെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് പണത്തിന് വേണ്ടിയിട്ട് മർദ്ദിക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ശവശരീരം ഉപേക്ഷിക്കുകയും പിന്നീട് അവിടുത്തെ പോലീസ് സംവിധാനം അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ ജിഹാദികളെ ശിക്ഷിച്ച് തലവെട്ടി ശിക്ഷ നടപ്പിലാക്കുന്ന ആ ഒരു വാർത്തയും പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നു. ഈ വിശ്വാസപ്രകാരം ജീവിക്കുന്ന ആളുകളിൽ ഏറെക്കുറെ പേരും തീവ്രമായിട്ട് ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം ഉള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രീതി കൂടി ഈ ശരീഅത്ത് നിയമം എന്ന് പറയുന്ന രീതിയിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ മതപണ്ഡിതന്മാർ ചിന്തിച്ചിരുന്നത് എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഒന്ന് ചിന്തിക്കണം, ആലോചിച്ച് നോക്കും. മലയാളികളായിട്ടുള്ള ആ കോഴിക്കോട് നിന്ന് ചെല്ലുന്ന കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള ആ ഒരു സമീർ എന്ന് പറയുന്ന യുവാവ്, അയാൾ കുഴൽപ്പണക്കാരനും ചാരായ നിർമ്മാതാവുമൊക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് തട്ടിക്കൊണ്ടുപോയി പണത്തിനു വേണ്ടിയിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പണത്തിനു വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ഒരാളിനെ, ഈ സൗദി അറേബ്യയിൽ ചെല്ലുന്ന ഒരാളിനെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അതേ മതവിശ്വാസിയായിട്ടുള്ള ആൾ തന്നെ പണത്തിനു വേണ്ടിയിട്ട് സൗദി പൗരന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇയാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തുകയും ആ കൊലയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ യഥാർത്ഥ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ മാനസികാവസ്ഥയുള്ള
ഇത്തരത്തിലുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന ഈ മതേതരത്വവും ഈ ആളുകൾ പറയുന്ന സഹജീവികളോടുള്ള സഹാനുഭൂതിയുമൊക്കെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇവരുടെ മനസ്സിലിരിക്കുന്ന യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് പക്ക ക്രിമിനലിസമാണ്. ഇവരുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് സമ്പത്തിന് വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവർക്ക് മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന, വന്യജീവികളെ പോലും ലജ്ജിപ്പിച്ച് തലതാഴ്ത്തുന്ന തരത്തിലുള്ള ക്രിമിനലിസം തന്നെയാണ് ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള ശിക്ഷാരീതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ തെറ്റുകൾ ചെയ്യുന്നവരെ തലവെട്ടി മാറ്റുന്ന ശിക്ഷാരീതി തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്. ആ തലവെട്ടി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷാരീതി ഈ രാജ്യത്തും വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു പരിധിവരെ ഇവരെ തെറ്റു പറയാനും സാധിക്കില്ല. നന്ദി, നമസ്തേ.